ഹായ് നമസ്കാരം. നമസ്കാരം. നിവോ നമ്മളിപ്പോൾ ഉള്ളത് മോൺ ഡിസ്ട്രിക്റ്റിലെ മോൺ സിറ്റിയിലാണ് അല്ലേ? മോൺ സിറ്റിയിലാണ്. അപ്പോൾ മോൺ സിറ്റിയിൽ ഞങ്ങൾ വരാണ്ടായ സാഹചര്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. അതിനു മുമ്പ് മോൺ സിറ്റിയിൽ ഞങ്ങൾ വന്നിട്ട് 3 രാത്രിയും 2 പകലുമായി. അല്ലേ? 3 രാത്രി 2 പകൽ. ഈ 3 രാത്രിയും 2 പകലും ഞങ്ങളെ വളരെയധികം കെയറോടുകൂടി, ഞങ്ങളെ അത്യധികം സ്നേഹത്തോടു കൂടി ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ള അനിൽ സാർ ഇവിടെ ഉണ്ട്. അത് താമസിച്ച സ്ഥലം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ്. മോൺ ടൗണിൽ തന്നെയാണ്. മോൺ ടൗണിൽ കുറച്ച് ഒന്ന് കയറിയിട്ട് ഞങ്ങൾ താമസിച്ച സ്ഥലമാണ് ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, വരും. ഇവിടെ എല്ലാ സ്ഥലത്തും കയറാൻ തന്നെയാണ്, മലകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അതെ അതെ, എല്ലാ സ്ഥലത്തും കയറാനും ഇറങ്ങാനുമാണല്ലോ. വീട്ടുകാരുടെ ഒരു താമസ സ്ഥലമാണ്, റെൻ്റൽ സ്ഥലമാണിത്. ഈ വീട്ടിലാണ് നമ്മൾ താമസിച്ചിട്ടുള്ളത്. ഉള്ളിൽ ഫുള്ള് തടിയാണ്, തടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. മുകളിൽ എല്ലാ സ്ഥലങ്ങളും, അധികം സ്ഥലങ്ങളും ഉള്ളതുപോലെ ഷീറ്റ് കൊണ്ടാണ് ഇത് മറച്ചിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞതുപോലെ ബാമ്പൂൻ്റെ ഷീറ്റ് അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല തണുപ്പുണ്ടാകുന്ന സമയത്തും അതേപോലെ തന്നെ നല്ല ചൂടുണ്ടാകുന്ന സമയത്തും അതൊരു മിതമായിട്ടുള്ള നിലക്ക് നിലനിർത്താൻ നമ്മുടെ ഈ തടി സഹായിക്കും. അതുവരെ കാലാവസ്ഥയുടെ ഒരു പ്രതിരോധ മാർഗം കൂടിയാണ്. 2 കാലാവസ്ഥയുടെയും പ്രതിരോധ മാർഗമായിട്ടാണ് അവർ ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ താമസിച്ച സ്ഥലത്തേക്ക് മാറും. ഇതാണ് ഞങ്ങൾ രാത്രി ഇവിടെ വന്ന് ഇവിടെ തുറന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളെ സ്വീകരിച്ച് ഇവിടെ മരത്തിൻ്റെ ഉള്ള മരമാണ് ഇവിടെ. ഇതാണ് നമ്മൾ താമസിച്ച സ്ഥലം. നമ്മൾ താമസിച്ച ഞങ്ങൾക്ക് വേണ്ടി ചായ പ്രിപ്പയർ ചെയ്താണ്. അവിടെ മരത്തിൻ്റെ തടി, നേരത്തെ സൂചിപ്പിച്ച പോലെ മരത്തിൻ്റെ തടി. ഇവിടെയുള്ള വളരെ പഴക്കം ചെന്നിട്ടുള്ള ഒരു കെട്ടിടം കൂടിയാണത്. നമ്മൾ കടന്ന അതാണ് നമ്മുടെ അനിൽ സാറും വൈഫുമാണ്. അനിൽ സാറും കുടുംബവും. നമ്മളെ വിശാലമായിട്ടുള്ള കിടക്ക, നമ്മളിന്ന് കുടിച്ചിട്ടുള്ള ചായ, ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ടീ ആണ് അല്ലേ? അതെ അതെ, സ്ട്രോങ് ആയിട്ടുള്ള ടീ ആണ്. നമ്മൾ ഹെറിറ്റേജ് വില്ലേജിൽ പോയിരുന്ന സമയത്ത് അവർ തന്നിരുന്നല്ലോ അത്. അതെ. ഇതിനുള്ളിലൊരു റൂം കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ സാറുണ്ട്. നമുക്ക് ഇതിനുള്ളിൽ ഒരു കിച്ചൺ ഉണ്ട്. ഇങ്ങനെയുള്ള സൗകര്യത്തിലാണ് നമുക്ക് പാചകം ചെയ്ത് തന്നിട്ടുള്ള രീതിയാണ്. ഇനി നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇവരുടെ ഒരു ഹോസ്റ്റൽ ഉള്ളത്. ഇവരിവിടെ ഒരു സ്കൂൾ നടത്താണ്. നമ്മുടെ സാറ് അനിൽ സാറ് ഒരു സ്കൂളിൻ്റെ സ്ഥാപനം കൂടിയാണ്. ഒരു അധ്യാപകനാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ സ്കൂള് നിർമ്മിച്ചിട്ടുള്ളത് 4 അംഗ കമ്മിറ്റി അല്ലേ? 3 അംഗ കമ്മിറ്റിയിൽ ഒരാളാണ് അദ്ദേഹം. ഇപ്പോൾ നിലവിൽ ആ കമ്മിറ്റിയിലുള്ള മലയാളികളിൽ ഒരാൾ അല്ലേ? സാറ് വന്നു. ഓക്കെ, നമ്മളെ ഷിജു സാറാണിത്. ഷിജു സാറ് നമ്മളെ കേരളത്തിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിക്കാരനാണ്. കാഞ്ഞിരപ്പള്ളിയിൽ സാർ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്രയായി? ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 22 വർഷമായി. എന്താണ് നമ്മുടെ നാഗാലാൻഡിൻ്റെ ഒരു എക്സ്പീരിയൻസ്? നാഗാലാൻഡ് കുഴപ്പമില്ല. ഇവിടെ ഉള്ള ഒരു കൾച്ചർ നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു വ്യത്യാസം? ഇവിടെ നമ്മുടെ കേരളത്തിനെ കാട്ടി ഒരുപാട് പുറകിലാണ്. എത്ര വർഷം പുറകിലാണ്? ഒരു 10-30 വർഷം കുറഞ്ഞത് പുറകിലാണ്. എന്താണ് മൊത്തത്തിൽ നിങ്ങളെ നാട് വിട്ടിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചർ, കോണിയാക്ക് ടീമാണ് ഇവിടെ അല്ലേ? ട്രൈബ്സാണ് ഇവിടെ കൂടുതലുള്ളത്. നമ്മൾ നാട്ടുകാരുമായിട്ട് അവരുടെ ഒരു വ്യത്യാസം എന്താണ്? ആളുകൾക്ക് അറിയാൻ താല്പര്യമുള്ള സംഗതി ആയിരിക്കുമല്ലോ. അത്രയും നാട്ടിലെ പോലെ ഡെവലപ്പ് ആയിട്ടില്ല. മെയിനായിട്ട് അവരിപ്പോഴും പുറകിലാണ്. പിന്നെ നമ്മുടെ സാക്ഷരതയുടെ കാര്യത്തിലും ഏറ്റവും പുറകിലാണ്. പിന്നെ ഇവിടെ പഠിത്തമുള്ളവർ വളരെ കുറവാണ്. അങ്ങനത്തെ പ്രശ്നമുള്ളൂ. ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് നമ്മളെ നാട്ടിലേക്ക് വന്ന് ജോലി എടുക്കുന്നുണ്ട്. ഇവിടെ കൂലി കുറവാണോ? ഇവിടെ കൂലി കുറവാണ്. ഏകദേശം ഒരാൾക്ക് എത്ര? ഇവിടെ ആണെങ്കിൽ ഇപ്പം മാസം ഒരു 400 രൂപ. സ്ത്രീകൾക്ക് ഒരു 200-300 അത്രയൊക്കെ ഉള്ളൂ. എല്ലായിടത്തും വിവേചനം തന്നെയാണ്, ആണും പെണ്ണും എന്നുള്ള വിവേചനം നിലനിൽക്കുന്നുണ്ട്. സാറ് ഈ സ്കൂളിന്റെ കീഴിൽ നമ്മുടെ സ്കൂളിന്റെ പേരെന്തേനു? ക്രൈസിംഗ് സ്കൂൾ. അതിന്റെ കീഴിലായിട്ട് എത്രയായി? അതിന്റെ കീഴിലായിട്ട് ഇപ്പോൾ ഒരു 15 വർഷം.
15 വർഷം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. സാർ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതുണ്ട്. അത് പിന്നെ എത്ര വർഷമായി അത് സ്റ്റാർട്ട് ചെയ്തിട്ട്? അത് സ്റ്റാർട്ട് ചെയ്തിട്ട് 3-4 വർഷമായി. പക്ഷേ ഇപ്പം വീഡിയോ ഇട്ടിട്ട് ഒരു 3 വർഷത്തോളം. ഞങ്ങൾക്ക് വീഡിയോയിലുള്ള ബാലപാഠങ്ങൾ പറഞ്ഞു തന്നത് സാറാണ്. ഞങ്ങൾ വരുന്ന സമയത്താണ് നമ്മൾ വീഡിയോ തന്നെ തുടങ്ങുന്നത്. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. മക്കു കറങ്ങണം. മക്കു ഞങ്ങൾ പോകുന്നതിലുള്ള പ്രയാസം കാണിക്കണം. ഇങ്ങനെയാണ് മക്കു കാണിക്കുക. ഓക്കെ. 3 രാത്രി 2 പകല് ഞങ്ങൾ സാറിൻ്റെ കൂടെ ആയിരുന്നു. അനിൽ സാറെ കുറിച്ച് ഇപ്പൊ ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം സാറെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ് ഇന്നെ അവിടെ ഇട്ടേച്ച് പോകും. നല്ലതും എല്ലാം പറഞ്ഞ് കേൾക്കാൻ വല്ല താല്പര്യമില്ല. അത് നമ്മൾ പിന്നീട് പറയാം. സാറിൻ്റെ ഒരു സ്വഭാവം, സാറിൻ്റെ ഒരു ഹൃദ്യത ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്വീകരിച്ചത് ഞങ്ങളൊരു വീട് പോലെ അല്ലേ, നമ്മളൊരു വീട് പോലെ ഉള്ള ഒരു ഫീലാണ് നമുക്ക് ഉണ്ടായത്. താക്കോല് വീട്ടിലെ സംഗതികളൊക്കെ എവിടെയാണ് വെക്കുന്നത് എന്താണെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. സാറെ സമയമാണ്. അപ്പോൾ സാറോട് വന്നിട്ട് എത്രയായി? ഞാൻ 1989 സാറോട് വരുന്നത്. സാറ് നേരത്തെ അങ്ങോട്ട് പറഞ്ഞിരുന്നു ഒരു പട്ടാള സേവനം ഒക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. കിട്ടിയില്ല. നമ്മുടെ സാർ ആദ്യം മോൺ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണോ വന്നത്? ആദ്യം പോകുന്നത് ജനപൂട്ട് ഡിസ്ട്രിക്റ്റിൽ. അവിടെ ആയിരുന്നു. ഇപ്പൊ ഇവിടെ പിന്നെ നമ്മുടെ സ്കൂളിന്റെ പേര് ക്രൈസ്റ്റ് കിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രയായി? 99 26ാമത്തെ വർഷമായി. 26 വർഷമായി. അപ്പൊ 26 വർഷത്തില് സാറായിരുന്നു അതിന്റെ ഫൗണ്ടർമാരിൽ ഒരാള്. അതെ. എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകുന്നു. അല്ല തന്നെ സാറാണ് ഇപ്പൊ അതിന്റെ അഡ്മിനിസ്ട്രേറ്റർ. അതെ. സാറിന്റെ ഭാര്യ പ്രിയതമ ആണ് അതിന്റെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ. എങ്ങനെ കുടുംബജീവിതം? കുഴപ്പമില്ലാതെ പോകുന്നു. ജീവിതമല്ലേ, തട്ടിമുട്ടിയൊക്കെ പോകും. അല്ല, സാറിന്റെ ഒരു സ്വഭാവം അനുസരിച്ചുകൊണ്ട് കുടുംബജീവിതം വളരെ സന്തോഷമായിട്ട് പോകുന്നു. മനസ്സിലാക്കാൻ പറ്റുന്ന പങ്കാളിയാണെങ്കിൽ അതെ മനസ്സിലാക്കുന്നുണ്ട്. സാറിന് കേരളവും ഇവിടെയും തമ്മിലുള്ള ഇവിടുത്തെ ആളുകളുടെ ജീവിത രീതിയും കേരളത്തിന്റെ ആളുകളുടെ ജീവിത രീതിയും ഇപ്പൊ നമ്മൾ കേരളത്തിൽ നമ്മൾ പിന്നെ കാണും. അവരുടെ ഇവിടെ ഇപ്പൊ നിങ്ങളെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, തല്ലണമുണ്ടെങ്കിൽ നേരിടാൻ നിന്നെ തല്ലാൻ പോകാന്ന് പറയും. നാട്ടിലാണ് കൊട്ടേഷനാണ്. വിശ്വസിച്ചാരുടെ വർത്തമാനം പറയാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് ഫ്രീയായിട്ട് സംസാരിക്കാമല്ലോ. നാട്ടിൽ പറ്റുമോ? ഇല്ല. നാട്ടിൽ പുറകെ കൂടെ പിച്ചാത്തി കയറ്റും. നേരിട്ട് പറഞ്ഞേക്ക് നേരിട്ട് തല്ലും. ഇവര് ധീരന്മാരാണ്. സാറ് നേരത്തെ പറഞ്ഞത് ബ്രിട്ടീഷുകാർ പോലും വാരിയേഴ്സാണ് അവര്. പിന്നെ ഒരാളെ തല വെട്ടിയെടുക്കാനൊന്നും അവർക്ക് വലിയ മടിയൊന്നും ഉള്ള കൂട്ടത്തിലല്ല. അത് നമ്മൾ ഇന്നലെ കണ്ടല്ലോ. സാറ് പരിചയപ്പെടുന്നത് ഞാൻ അങ്ങോട്ടേക്ക് കോള് ചെയ്യുന്ന സമയത്ത് ആണ് സാറ് ഞങ്ങളെ പരിചയപ്പെടുന്നത്. ഇങ്ങനെ ഞങ്ങളല്ലാതെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. ചിലരൊക്കെ പരിചയപ്പെടാറുണ്ട്. സാറിന് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ വരുന്ന ആളുകൾ? നാട്ടിൽ നിന്ന് ഒരാള് പിന്നെ വരുമ്പോ നമ്മളൊക്കെ ഇവിടെ ഉള്ളപ്പം അവർക്കിവിടെ പുതിയ ആളല്ലേ, നമ്മളൊക്കെ ഇവിടെ പുതിയ ആൾക്കാരാ. അപ്പം കാര്യങ്ങൾ എന്താണെന്ന് അറിയത്തില്ല. ഒരു തത്രപ്പാടി ചിലപ്പോൾ വരും. പ്രത്യേകിച്ച് ഇവിടെ നല്ല ഹോട്ടലുകളൊന്നും ഇല്ല താമസിക്കാൻ. അപ്പം അങ്ങനെ വരുമ്പോൾ കിടന്ന് അപ്പം നമ്മളിവിടെ ഉള്ളപ്പോൾ നമ്മൾ ചെയ്യാൻ കഴിയുന്ന എന്താ ഒരു സഹായം അല്ലേ. പക്ഷെ ഇപ്പൊ അത് പിന്നെ ഇപ്പൊ അങ്ങനെയുള്ള ഒരു സഹായമൊക്കെ ചെയ്യുന്ന ആളുകൾ വളരെ ചുരുക്കാണ്. അതിന് ഭിന്നമായിട്ട് ഇങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ ഒരു വീട് എന്നുള്ള രൂപത്തിൽ ഞങ്ങളെ സഹായിക്കാൻ അതെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ വളർന്നു വരുന്ന ചുറ്റുപാടിന്റെ സാഹചര്യമാണ്. അവരെ കൊച്ചിലെ എങ്ങനെ വളർന്നു വന്നോ, സാമൂഹിക ജീവിയായിട്ടാണോ ജീവിച്ചത്, അതോ ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞ് സാമ്പശം പറഞ്ഞ പോലെ അങ്ങനെ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വരും. നമ്മളൊന്നും അങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും. പിന്നെ ഇത് ഒരുപാട് കയറ്റങ്ങളും ഇറക്കങ്ങളും നമ്മുടെ സാധാരണ ഒരു സമതല പ്രദേശം പോലെ അല്ല. ഇത് മൗണ്ടൻ അല്ലേ, മൗണ്ടൻ ഏരിയല്ലേ, ഹിമാലയത്തിന്റെ റേഞ്ച് അല്ലേ, ഹിമാലയ റേഞ്ചിന്റെ ഭാഗമായി ഇതും. അല്ല, സാധാരണ നമ്മളിപ്പോൾ ഒരു പിന്നെ ഇപ്പോൾ ഊട്ടി എടുക്കുകയാണെങ്കിൽ വിശാലമായ സമതലങ്ങൾ, ഒരു കുറേ പർവ്വതങ്ങൾക്കിടയിലുള്ള വിശാലമായ സമതലങ്ങൾ, ആ സമതലങ്ങളിലായിരിക്കും ആളുകൾ അധികം താമസിക്കുക. ഇത് കുന്നിനിരകളിൽ തന്നെ ആളുകൾ താമസിച്ചു തുടങ്ങുന്നുണ്ട്. അതിനുള്ള കാരണം എന്തായിരിക്കും? അത് ഇവിടെ ഭൂപ്രകൃതി ഇവിടെ ഇങ്ങനെ തന്നെയല്ലേ. അതിൻ്റെ പിന്നെ വേറെ സമതലങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാം ഹിൽ ഏരിയ തന്നെയാണ്. വേറെ ടിജിറ്റ് എന്ന് കഴിഞ്ഞപ്പോൾ ലെവലല്ലേ, ടിജിറ്റ് പ്ലെയിൻ ഏരിയ. സാറ് പോവാതെ പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ടിക്കറ്റ് കൂടി എടുത്തിട്ട് പോവാം എന്നാണ് ഇപ്പോൾ സാറ് പറഞ്ഞത്. ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാണ് സാറ്. അവിടെ സൊനോരി ദോജോ റെയിൽവേ സ്റ്റേഷൻ വരെ
ഉള്ള ടിക്കറ്റാണ് നമ്മൾ എടുക്കാൻ വിചാരിക്കുന്നത്. സോനാവലിക്ക് വരെ ഉള്ളൂ എന്നാണ് പറയുന്നത്. നമ്മളെ നാട്ടിൽ ഇങ്ങനെയുള്ള സംവിധാനം ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുമോ? പക്ഷെ അത് നമ്മളെ സാറ് പറഞ്ഞതുപോലെ 10-40 വർഷം കേരളത്തിൽ നിന്ന് ഡെവലപ്മെൻറ്റ് കാര്യത്തിൽ ഒരു പിന്നോക്കാവാനുള്ള ഒരു കാരണത്തിൽ തന്നെയാണ്. 995 ആ 1 2 3 2 2 again 2 3 yeah. ഓക്കെ ഓക്കെ ശരി ഓക്കെ സാർ, താങ്ക്സ്. ശരി, നല്ല അനുഭവം. വിളിക്കാം. ഓ, എല്ലാത്തൊരു സങ്കടം കേട്ടോ പോകുമ്പോൾ. കാരണം അത്രയും നമുക്ക് വേണ്ടി അത്രയും വന്നിട്ടുണ്ട്. സ്കൂളിൽ 7 മണിക്ക് സ്കൂളിൽ എത്തണം. അതിൻ്റെ ഇടയ്ക്കാണ് സാറ് നമ്മളെ കൊണ്ടുവന്ന് ഇവിടെ ആക്കി തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈ ടൗൺ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങണമെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു നല്ലതാണ്. അപ്പോൾ സാറ് വണ്ടി തന്നെയാണിത്. അപ്പോൾ അങ്ങോട്ട് വേറൊരു സ്കൂൾ ഇതാടാ, ഹോളി ക്രോസ് സ്കൂള്. സാറ് പോവാണ്. ഓക്കെ, താങ്ക് യു. ഞാൻ ഹോളി ക്രോസ് സ്കൂളേ ഇവിടെ പ്രധാനപ്പെട്ട 4 സ്കൂളുകൾ അല്ലേ നമ്മൾ മലയാളികൾ നടത്തുന്നുണ്ട്. അപ്പം മലയാളികൾ ഈ എഡ്യൂക്കേഷൻ രംഗത്ത് പലയിടങ്ങളിലും ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നതിൽ നമ്മൾ മലയാളികൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണല്ലോ എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ സാറ് തന്നെ പറഞ്ഞു ഇവിടെയുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള പരിവർത്തനങ്ങൾക്ക് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. അതേപോലെ തന്നെ ഇവിടെയുള്ള ചീഫ് ആങ് അല്ലേ? അതെ, ചീഫ് ആങ്. അതേപോലെ തന്നെ ആങ് ഇവിടെയുള്ള മൊത്തം 9 ആങ്ങുകളിൽ 1 ആങ് സാറുമായിട്ട് നല്ല കമ്പനിയാണ്. നമ്മൾ അവരുടെ വീട്ടിൽ പോയിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? രാത്രിയായിരുന്നു നമ്മൾ പോയിരുന്നത്. പിന്നെ പകൽ നമ്മൾ പോയിരുന്നു. ലോങ് വേ പോയപ്പോൾ നമ്മൾ പോയിരുന്നു. ഓക്കെ. അപ്പോൾ അത് ഞങ്ങൾ കാണിച്ചു തരാം. ഇത് അങ്ങനെ എഡ്യൂക്കേഷൻ രംഗത്ത് വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നതിൽ മലയാളികൾ വഹിക്കുന്ന പങ്ക്, അതിൻ്റെ ഒരു മാതൃക കൂടിയാണ് നമ്മുടെ അനിൽ സാറ്. അനിൽ സാർ പോയപ്പോൾ വല്ലാത്തൊരു ഫീലിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞു, എന്നാലും ആ ഫീലിംഗ് പോകുന്നില്ല. വല്ലാത്തൊരു നമ്മളൊരു ജ്യേഷ്ഠ സഹോദരനൊക്കെ നമ്മളൊരു സ്ഥലത്തു നിന്ന് ഗൾഫിൽ നിന്നൊക്കെ നമ്മൾ യാത്ര അയക്കുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും അനിൽ സാറെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞു നമ്മൾ. അനിൽ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 26 വർഷമായി ഇവിടെ സ്കൂള് നടത്തുന്നു. 30ഓളം വർഷമായി ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പകുതിയിലധികം നാഗാലാൻഡിലാണ് അദ്ദേഹം ജീവിതം ചെലവഴിച്ചിട്ടുള്ളത്. നാഗാലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റിൽ അദ്ദേഹത്തിന് വലിയതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മളെ മോൺ ഡിസ്ട്രിക്റ്റിലാണ് അദ്ദേഹത്തിൻ്റെ സ്കൂളുള്ളത്. മോൺ നഗരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോൺ സിറ്റി എന്ന് പറഞ്ഞാൽ ഈ സിറ്റി യഥാർത്ഥത്തിൽ നമ്മളൊരു വില്ലേജാണ് അല്ലേ? നമ്മളെ വില്ലേജിൻ്റെ പോലുള്ള ഒരു സ്ഥലമാണ്. ഏതായാലും സാറ് അത് പറയേണ്ട ഒരു സംഭവമാണ്. മോൺ ഡിസ്ട്രിക്റ്റിൽ എത്താനുള്ള ഒരു സാഹചര്യം. നമ്മൾ മോൺ എന്നുള്ളത് നമ്മളെ മുമ്പിൽ ആദ്യം ഇല്ലായിരുന്നു. ഞങ്ങളെ യാത്രയിൽ ആദ്യം ഉണ്ടായിരുന്നില്ല. യാത്രയിൽ നമ്മൾ ആദ്യം നാഗാലാൻഡ് വരണം നമ്മൾ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ഗുവാഹട്ടി എത്തുന്ന സമയത്താണ് നമ്മൾ നാഗാലാൻഡിൽ വരാൻ തീരുമാനിച്ചത്. നാഗാലാൻഡ് വേണോ, ഭൂട്ടാൻ പോണോ, മേഘാലയ പോണോ? നേരെ വൈകുകയാണെങ്കിൽ ഭൂട്ടാനിൽ ഇറങ്ങാൻ തീരുമാനിച്ചു. 2 മണിക്കൂർ കൂടി വൈകിയാൽ ഭൂട്ടാനിലാണ് ആദ്യം കയറാൻ വിചാരിച്ചു. അനിശ്ചിതങ്ങളുടേതായിട്ടുള്ളൊരു യാത്ര, അതിന് പ്രത്യേക സുഖം ഉണ്ടായിരുന്നു. അതെയാ, നമ്മൾ മുമ്പ് സിക്കിമിൽ പോയിരുന്ന സമയത്ത് ഫുള്ള് സെറ്റാക്കിയായിരുന്നു പോയിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഒന്നും ആദ്യം മുൻകൂട്ടി ഒന്നും തീരുമാനിച്ചിട്ടില്ല. വരുന്ന അരുണ എക്സ്പ്രസ്സിൽ നമ്മൾ ടിക്കറ്റ് എടുത്തു. പോകുന്ന 16-ാം തീയതി വിവേക് എക്സ്പ്രസ്സിൽ ടിക്കറ്റ് എടുത്തു. അതിനിടയിലുള്ള സ്ഥലം എവിടെയെങ്കിലും ഉള്ളത് കാണണം എന്നുള്ള അർത്ഥത്തിലാണ് വന്നത്. ആകെയുള്ളത് ഗുവാഹട്ടിക്കുള്ള അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് മാത്രമാണ്. അതെ, ആകെയുള്ളൂ. ഗുവാഹട്ടിയിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾ നേരത്തെ നമ്മളൊരു ഷോർട്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഗുവാഹട്ടിയിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് തോന്നി ദിമാപൂർ പോകാം. നാഗാലാൻഡ് കറങ്ങി കഴിഞ്ഞതിന് ശേഷം അരുണാചൽ പ്രദേശ് പോകാം. കാരണം അരുണാചൽ പ്രദേശ് കുറച്ചുകൂടി ഒരു സുഖമാണ്. അപ്പോൾ അതുകൊണ്ട് നാഗാലാൻഡ് യാത്രകൾ വളരെ ദുർഘടം പിടിച്ച യാത്രകളാണ്. അത്രമാത്രം ഡെവലപ്മെൻറ്റ് ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മൾ ദിമാപൂരിലേക്ക് പോകാം.
ആ ദിമാപൂരിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങൾ എടുത്തു ചാടുന്ന ഒരു പിക്ചറായിരുന്നു നേരത്തെ നമ്മൾ ഇട്ടിരുന്നത്. ദിമാപൂർ എത്തി. ദിമാപൂർ നമ്മൾ വിചാരിച്ചു നാഗാലാൻഡിൻ്റെ പിന്നെ പ്രവേശന കവാടം, അതിൻ്റെ വാണിജ്യ നഗരം, നമ്മൾ കൊച്ചി എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൻ്റെ വാണിജ്യ നഗരം കൊച്ചി എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ വിചാരിച്ചു ഭയങ്കര ഹൈഫൈ ആയിരിക്കും. വന്ന് ഇറങ്ങുന്ന പ്ലാറ്റ്ഫോം പോലും താഴെയാണ്, വളരെ താഴെയാണ്. അത് ആളുകൾക്ക് ഇറങ്ങാനൊക്കെ പ്രയാസമായിരുന്നു. അതിന് മുറിച്ച് കിടക്കാനുള്ള പാലം അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരെ പിന്നെ ക്രോസ് ചെയ്യായിരുന്നു ചെയ്തത്. അവിടെ എത്തിയപ്പോൾ നമുക്ക് ആ അർത്ഥത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ വിചാരിച്ച പോലുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. പിന്നെ കേരളത്തിൻ്റെതായ അതേ ഒരു പ്രകൃതി അതാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്തത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ അവിടെ മാർക്കറ്റൊക്കെ കണ്ട്. മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്, റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് തുണി മാർക്കറ്റാണ്. ആ തുണി മാർക്കറ്റാണ് ഉള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ റൂം എടുത്തു, ഭക്ഷണം കഴിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കണം. അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ യാത്രയെക്കുറിച്ച് നിവേദ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഞങ്ങളിങ്ങനെ ഒരു അന്വേഷണത്തിലായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഫർമീസിന് ഓർമ്മയായത്. ഫർമീസ് മീഡിയ വണ്ണിന് PRO ആണ്, യാത്രികനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം യാത്രയിലെ എൻ്റെ ഒരു മെൻറ്ററാണ്. ഞാൻ ആദ്യമേ ഒരു പിന്നെ വളരെയധികം ആദരവോടു കൂടി കാണുന്ന ഒരു വ്യക്തിത്വമാണ് ഫർമീസ്. അപ്പോൾ ഫർമീസിനെ വിളിച്ചു. അപ്പോൾ ഫർമീസ് പറഞ്ഞു അവിടെ അന്വേഷിക്കാൻ ഒരാളെ നമ്പർ തരാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അനിൽ സാറെ നമ്പർ തന്നു. അങ്ങനെയാണ് അനിൽ സാറായിട്ടുള്ള ആദ്യ പരിചയം. അനിൽ സാറ് നമ്പർ എന്ന് ഞങ്ങൾ വിളിച്ചു. 2 പ്രാവശ്യം വിളിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അറിയാത്തൊരു നമ്പർ എന്നുള്ളതിലേക്ക് അദ്ദേഹം എടുത്തിട്ടുണ്ടാവില്ല. പിന്നെ അദ്ദേഹം എടുത്തു. ഞങ്ങളിങ്ങനെ ചോദിച്ചു, ഞങ്ങൾക്ക് നാഗാലാൻഡ് വരണം എന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെയാണ്, ഇന്നർ ലൈൻ പെർമിറ്റ് എങ്ങനെ കിട്ടുക? അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, ഇന്നർ ലൈൻ പെർമിറ്റോ? ഇതിപ്പോൾ എന്താ ഇങ്ങനെ അദ്ദേഹം സംസാരിക്കണമെന്നാണ് ആദ്യം തോന്നിയത്. അപ്പോൾ പിന്നെ അനിൽ സാർ പറഞ്ഞു, നിങ്ങളെ ഇങ്ങോട്ട് മോനിലേക്ക് വരൂ, ഇവിടെ കോണിയാക്ക് ട്രൈബിൻ്റെ ഒരു ഉത്സവം നടക്കുന്നുണ്ട്, അത് നമുക്ക് കാണാം. അങ്ങനെയാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്ക് കേട്ടുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ റൂം വെക്കേറ്റ് ചെയ്ത് രാത്രി ഞങ്ങൾ ട്രെയിന് പിടിച്ച് പിന്നെ ആ സ്റ്റേഷൻ്റെ പേര് ബോജോ സ്റ്റേഷനിൽ ഇറങ്ങി. 4 മണിക്കൂറോളമുള്ള യാത്രയായിരുന്നു. ആ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആ മറ്റേ വീഡിയോ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടല്ലേ, ആ ഇരുട്ടത്തുള്ള. ഇപ്പോൾ ട്രെയിനിൽ മൊത്തം ഇരുട്ട്, ഒരു ഇലക്ട്രിസിറ്റി ഇല്ല. ഇങ്ങനെ ട്രെയിനിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ എത്തി, ബോജോയിലെത്തിയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു വാഹനം അയച്ചിരുന്നു നമ്മുടെ അനിൽ സാറ്. അപ്പോൾ എന്താ സാറ് ഇങ്ങനെ എത്രമാത്രം ഞങ്ങളുള്ള സ്നേഹം എന്ന് ഞങ്ങൾക്ക് അപ്പം തന്നെ ഫീൽ ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ അല്ലേ? എത്ര കിലോമീറ്റർ ഉണ്ട് അവിടുന്ന്? ഒരു 2 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും. ഒരു 60-70 കിലോമീറ്റർ. ട്രെയിൻ നേരം വൈകി എത്താൻ? നേരം വൈകി, ഒരു 1/2 മണിക്കൂർ ട്രെയിൻ വൈകി. അപ്പോൾ അവൾ ഇവിടെ എത്തിയത് രാവിലെയാണോ അല്ലേ? 4 മണിയായി. 4 മണിയാകുമ്പോഴാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ എത്തി ഞങ്ങളെ കതക് തുറന്ന് ഞങ്ങളെ സ്വീകരിക്കുന്ന അനിൽ സാറ് വളരെ ഹൃദ്യമായ സ്വീകരണം. രാത്രി ആ സമയത്ത് ഞങ്ങളെ വിളിക്കുകയാണ് 2 മണിക്കൊക്കെ, എവിടെ എത്തി, ഉറങ്ങരുത്, ഞങ്ങളോട് പറയാണ് ഉറങ്ങരുത്, ഉറങ്ങിപ്പോകരുത്. ഞങ്ങൾ തോന്നി എന്താ ഇങ്ങനെ നമ്മളിങ്ങനെ എത്രമാത്രം സ്വീകരിക്കുന്നത്, നമ്മളെ ആവശ്യം കൂടിയാണല്ലോ ഇവിടെ വരിക എന്നുള്ളത് ഞങ്ങളെ ആവശ്യമാണ്. സാറ് പിന്നെ ഉറങ്ങിപ്പോരുന്നൊക്കെ വിളിച്ച് ഉറങ്ങാതെ ആ 2 മണിക്ക് 1 മണിക്കൊക്കെ ഉറങ്ങാതെയാണ് സാറ് വിളിക്കുന്നത്. അങ്ങനെ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് റൂം കാണിച്ചു തന്നു, ഉറങ്ങാൻ പറഞ്ഞു, ഞങ്ങളെ ഉറക്കി. പകല് പിന്നെ ഞങ്ങൾക്ക് ഹെറിറ്റേജ് വില്ലേജിലേക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. അവിടെ ആഘോഷ പരിപാടി അവിടെയായിരുന്നു. അവിടേക്ക് ഞങ്ങളെ പിന്നെ ആക്കി തന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ ഫുള്ള് ഞങ്ങൾ ചുറ്റിക്കറങ്ങി. അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് വേറൊരു എപ്പിസോഡിലിടാം. അതിനാൽ തിരിച്ച് പിന്നെ വന്ന് അന്ന് നമ്മൾ റെസ്റ്റ് എടുത്തല്ലേ, അന്ന് നമ്മൾ പിന്നെ ഇവരെ വീട്ടിൽ പോയി അല്ലേ, ഹെഡ് മാസ്റ്റർ, അവരുടെ ഹെഡ് മാസ്റ്റർ വീട്ടിൽ പോയി. അവിടെ നമ്മൾ പൊക്കോട ഗംഭീര പൊക്കോട നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏതായാലും ഭയങ്കര അനുഭവമായി, ഭയങ്കര ഫീലിംഗ് ആയി. ഈ ഒരു അനുഭവം തന്നിട്ടുള്ള സാറിന് എത്ര നമ്മൾ നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ സാറ് ഒരു പ്രകൃതം സഖാവാണ്, മാനവികവാദിയാണ്, പിന്നെ കട്ടൻഡറാണ്. തീരുമാനം എടുത്ത് ഉറച്ചായിരിക്കും. തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ലെവലേശം പിന്നോക്കം പോവാത്ത പ്രകൃതമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പഠന കാര്യങ്ങളിൽ അധ്യാപകർ കറക്റ്റ് എത്തുന്ന സമയങ്ങളിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ് സ്കൂളിൽ. പഠന ശരാശരിയിൽ വളരെ ഉയർന്ന ഒരു സ്കൂൾ കൂടിയാണ് അവിടെയുള്ള സ്കൂൾ. ഇവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ 10ാം ക്ലാസ് പാസ്സാവുന്നത് 20% ഗവൺമെൻറ് സ്കൂളിൽ. മൊത്തം ഇവിടെയുള്ള 60-70% ആക്കുന്നത് ഇവിടെയുള്ള പ്രൈവറ്റ് സെക്ടറിലുള്ള സ്കൂളുകളാണ് എന്നാണ് പറഞ്ഞത്. പഴയ കാലത്ത് ഗവൺമെൻറ് സെക്ടറിൽ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ കാലത്ത് ഇവിടെയുള്ള ആളുകൾക്ക് തന്നെയാണ് അവർ പിന്നെ അവസരം കൊടുക്കുന്നത്. ഏതായാലും പിന്നെ നല്ല ഒരു ഫീലിങ്ങോട് കൂടിയാണ്
വളരെ ഹൃദ്യമായൊരു ഫീലിങ്ങോട് കൂടിയാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. പണ്ട് നമ്മൾ സിക്കിമിൽ നിന്ന് പോയതുപോലെ അതെ അതെ അത്ര സൗകര്യമോ അത്ര പിന്നെ വൃത്തിയോ ഭംഗിയോ ഇല്ലാത്തൊരു നഗരമാണ്. എങ്കിൽ പോലും ആളുകളുടെ ഹൃദ്യമായ പെരുമാറ്റം, പ്രത്യേകിച്ച് സാറിൻ്റെ ഷിജു സാറ്, അതെ അദ്ദേഹം, ഇവരൊക്കെ നല്ല പെരുമാറ്റം. അപ്പം പിന്നെ ഇങ്ങനെയും കുറേ ആളുകൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ആളുകൾ അറിയാം. ഇങ്ങനെയുള്ള ആളുകൾ. ഓക്കെ, താങ്ക് യു.